എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ദം ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. സീ ഫുഡ് ലവേഴ്സിന് പ്രത്യേകിച്ചും പ്രോൺസ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 പീസ് ഇഞ്ചിയും 10-15 അല്ലി വെളുത്തുള്ളിയും 5 പച്ചമുളകുമാണ് കേട്ടോ ഞാനിവിടെ ക്രഷ് ചെയ്തെടുക്കുന്നത്. അല്പം വെള്ളം കൂടെ ചേർത്തിട്ടാണ് ക്രഷ് ചെയ്തത്. ഇനി നമുക്ക് മാരിനേഷനിലേക്ക് കടക്കാമേ. ഞാനിവിടെ 1 കിലോ പ്രോൺസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ലേ അതും കൂടെ ചേർത്ത് അല്പം നാരങ്ങ നീരാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മുളക് പൊടി കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നിയത്. അപ്പം ഞാൻ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇതേപോലെ കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറേൽ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോറിനുള്ള അരി നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാമേ. അപ്പം ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നല്ല രീതിക്ക് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മുടെ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കാമേ. അപ്പം ഞാൻ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്, അല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാമേ, വെളിച്ചെണ്ണ ഉപയോഗിക്കണമെന്നില്ല. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ചത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാനായിട്ടാണ് കേട്ടോ, അതും തികച്ചും ഓപ്ഷണലാണ്. അപ്പം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം പ്രോൺസ് ഇട്ട് കൊടുക്കാമേ. പ്രോൺസ് ഇട്ട് കുറച്ച് സമയത്തിന് ശേഷം അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഊറാൻ തുടങ്ങും കേട്ടോ. ഇനി ഇതൊക്കെ വറ്റി നല്ല രീതിക്കൊന്ന് സെമി ഫ്രൈ എന്നുള്ള രീതിയിലേക്ക് ആവണേ. ഈ ഒരു രീതിക്കാണ്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് നമ്മുടെ പ്രോൺസ് കോരിയെടുക്കാം. ഇത് നല്ല രീതിക്ക് വെള്ളമൊക്കെ വറ്റി നമ്മുടെ നെയ്യൊക്കെ ഇതിൽ പിടിച്ചു വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ്. നമ്മൾ അറിയാതെ ഒരു പീസ് എടുത്ത് കഴിച്ചു പോകും കേട്ടോ. ഇപ്പോൾ തന്നെ ഇത്ര ടേസ്റ്റ് ആണെങ്കിൽ മസാലയൊക്കെ തയ്യാറാക്കി നമ്മൾ ബിരിയാണിയും കൂടെ സെറ്റാക്കി കഴിയുമ്പോൾ എത്ര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പ്രോൺസും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എണ്ണ മതിയാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാമേ. നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബാച്ച് പ്രോൺസും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതേ പാനിലേക്കാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റു ഓയിലും ചേർത്ത് കൊടുക്കാമേ. ഇനി ഞാൻ ഇതിലേക്ക് 3 വലിയ സവാളയാണ് കേട്ടോ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയ സവാളയാണെങ്കിൽ 4 എണ്ണവും ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടുവേ, അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് നമ്മുടെ സവാളയുടെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടുമ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൻ്റെ ആ റോ സ്മെല്ല് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വലിയൊരു തക്കാളിയാണ് കേട്ടോ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ചെറുതാണെങ്കിൽ 1.5 തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഞാൻ കുറച്ച് സമയം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കണേ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ കുരുമുളക് പൊടി ചേർത്തോണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടും ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ ഡയറക്റ്റായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ, ഞാനതിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇല്ലേ അത് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാമേ. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും അതുപോലെ കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്ത് കോരണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ. ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുമേ. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം അങ്ങനെ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഈ ഒരു രീതിക്ക് ആയി കഴിയുമ്പോൾ കോരി എടുക്കുന്നുണ്ട്. ഇനി അത് തനിയെ ഇരുന്ന് നല്ല ഡാർക്ക് കളർ ആയിക്കോളും. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മുടെ കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി നല്ല രീതിക്ക് അതും ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കശുവണ്ടിയും കോരിയെടുത്തതിന് ശേഷം നമുക്ക് റൈസിൻസ് അല്പം ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇനി അതും നല്ല രീതിക്ക് വീർത്ത് വരുമ്പം അതും ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ റൈസിൻസ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. ഇനി നമുക്ക് ബാക്കി വരുന്ന ഇതേ നെയ്യിലേക്ക് തന്നെ കറുവാപ്പട്ട, ബേ ലീഫ്, അതുപോലെ 3-4 ഏലക്ക, 2-3 ഗ്രാമ്പൂ എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ 20 മിനിറ്റ് കുതിർത്ത് വെച്ച റൈസ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരും. ആ സമയം വരെ നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ കൈമ റൈസാണ് കേട്ടോ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഉപയോഗിക്കാമേ. ഇനി നല്ല രീതിക്ക് നമ്മുടെ റൈസ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിള വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാമേ. കുറച്ച് സമയം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ദേ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ, ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാനിവിടെ വലിയൊരു പാനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അടികട്ടിയുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ അല്പം കുങ്കുമപ്പൂ പാലിലേക്ക് മിക്സ് ചെയ്തതും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പ്രോൺസ് ആണ് കേട്ടോ. അപ്പോൾ പ്രോൺസിൻ്റെ മസാല അറേഞ്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ റൈസാണ്. അപ്പോൾ നമ്മുടെ 3rd ലെയർ റൈസാണ് കേട്ടോ. ഞാനിവിടെ 2 ലെയേഴ്സ് പ്രോൺസിൻ്റെ മസാലയും 3 ലെയേഴ്സ് റൈസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസായിട്ട് പ്രോൺസും ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്കവാറും ദം ചെയ്യുമ്പോഴും ബേസ് ലെയർ ആയിട്ട് റൈസ് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇനി നമ്മൾ 2nd ലെയർ റൈസിൻ്റെ മുകളിലായിട്ടും നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അല്പം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രോൺസിൻ്റെ ലാസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം മുകളിലായിട്ട് നമ്മുടെ ലാസ്റ്റ് ലെയർ റൈസും കൂടെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമേ. നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി മിക്സ് ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുതിനയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. മല്ലിയില മസ്റ്റാണ്, പുതിനയില ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച ഓനിയൻസും അതുപോലെ കാഷ്യൂസും റൈസിൻസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിത് വേണമെങ്കിൽ മറ്റു ലെയേഴ്സിലും ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാനിവിടെ ടോപ്പ് ലെയറിൽ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കണം. ഇനി അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എയർ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ സീൽ ചെയ്ത് ഉറപ്പായിട്ടും വെച്ചേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ നമുക്ക് മൈദ മിക്സ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പർ യൂസ് ചെയ്താലും മതിയാകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ദമ്മ് ചെയ്യാനായിട്ട്. അങ്ങനെ ദമ്മൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി പ്രോൺസ് ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.